കൂട്ടത്തിൽ നമ്മുടെ പരിസരത്തുള്ള മഹല്ലത്തിലെ ഒരു പൊന്നുമോൻ കഴിഞ്ഞ ദിവസം നമ്മിൽ നിന്ന് യാത്രയായി. എൻ്റെ പ്രിയപ്പെട്ടവർ, വലിയ കാര്യമായ രോഗത്തിൻ്റെ ഉടമയായിരുന്നില്ല. ചെറിയ 9 വയസ്സുള്ള പൊന്നുമോൻ. തൊട്ടടുത്ത ദിവസം ഒരു ദിവസം മുമ്പ് സ്കൂളിൽ പോയി, മദ്രസയിൽ പോയി പുഞ്ചിരിച്ച് കുട്ടികളോട് കൂടെ ജീവിച്ചിരുന്ന ആ പൊന്നുമോൻ ഇന്ന് ഖബറിലാണ്. 6 അടി മണ്ണിൻ്റെ അകത്താണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു ചെറിയൊരു ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ കൊണ്ടുപോയി ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കടത്തിയിട്ട് ആ കുട്ടിയുടെ മോൻ്റെ ഉമ്മയും പിതാവും പിന്നെ അതുപോലെ തന്നെ പിതാവും ഉപ്പയും പുറത്ത് കാത്തു നിൽക്കുകയാണ്. അതേ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ പുറത്ത് കാത്തു നിൽക്കുന്നു. ഏതാനും നിമിഷങ്ങൾക്കകം എൻ്റെ പൊന്നുമോൻ അവിടുന്ന് ഓപ്പറേഷൻ കഴിഞ്ഞ് തിരിച്ചു വരും. പോകുമ്പോൾ നല്ല സമാധാനത്തോടെ സന്തോഷത്തോടെ ഉമ്മയോട്, ഉമ്മ ഞാൻ ഓപ്പറേഷൻ ഒക്കെ ചെയ്യുന്നത് ഞാൻ നോക്കും, കണ്ടു നിൽക്കുമെന്ന് സന്തോഷത്തോടെ പുഞ്ചിരിച്ച് പറഞ്ഞിട്ട് ആ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോയ പൊന്നുമോന് അങ്ങനെ കുറച്ച് സമയം കഴിയുമ്പോൾ കാണുന്നില്ല, ടൈമായി ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. അങ്ങനെ ലാസ്റ്റ് അവർ ഡോക്ടർമാർ വന്ന് പറയുന്നത് ആ പൊന്നുമോൻ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയെന്നാണ്. എന്തെങ്കിലും എവിടെയെങ്കിലും പിഴവുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് യഥാർത്ഥത്തിൽ പരിശോധനകൾ നടന്ന് അതിൻ്റെ പ്രതികളെ പുറത്തു കൊണ്ടുവരുന്ന രൂപത്തിൽ എല്ലാ വഴികളും അല്ലാഹു എളുപ്പമാക്കി കൊടുക്കട്ടെ. അതേ സമയത്ത് ഇനി ഒരു കുഞ്ഞിനും അത്തരം ഒരു പിഴവുകൾ സംഭവിക്കാതെ അല്ലാഹു ഉമ്മത്തിന് കാവല് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്കറിയില്ല, എന്നാലും എൻ്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിൻ്റെ കണക്ക് എപ്പോഴാണ് ചെറിയ കുഞ്ഞാണെങ്കിലും എപ്പോഴാണ് മരിക്കുക എന്നറിയില്ല. അത് അവിടുത്തെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം, ബഹുമാനപ്പെട്ട അഷ്റഫ് സഖാഫി ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം, അവിടുത്തെ പ്രിയപ്പെട്ട ഭാര്യയെ സംബന്ധിച്ചിടത്തോളം സങ്കടമാണെങ്കിലും ആ പൊന്നുമോൻ പറന്നുപോയത് സ്വർഗത്തിലേക്കാണ്. ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തോട് പറഞ്ഞിട്ടുണ്ട്, പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് ഒരു പൊന്നുമോനോ പൊന്നുമോളോ അവിടുന്ന് വിട പറഞ്ഞു പോയാൽ ഡയറക്റ്റ് സ്വർഗത്തിലേക്കാണ്. മാത്രമല്ല ആ മാതാപിതാക്കളെ സ്വർഗത്തിന്റെ കവാടത്തിൽ ആ മക്കളെ കാത്തു നിൽക്കുമെന്ന് സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അഷ്റഫ് സഖാഫി ഉസ്താദിന്റെ ആ പൊന്നുമോൻ സ്വർഗത്തിൽ ആ കുടുംബത്തെ കാത്തു നിൽക്കുന്ന മോനായി നീ ഏറ്റെടുക്കണം റഹ്മാനെ. ഞങ്ങളുടെ മക്കൾക്കൊക്കെ നീ വലിയ സംരക്ഷണവും കാവലും നൽകണം റഹ്മാനെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന്, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് നീ കാവല് നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. ഞങ്ങളെ പഠിച്ചുകൊണ്ടിരിക്കുന്ന മദ്രസയിലും സ്കൂളുകളിലും പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കൾ അവർക്കൊക്കെ എല്ലാ അപകടങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും വലിയ സലാമത്ത് നൽകി അവരെ കണ്ടുകൊണ്ട് സന്തോഷിക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണം റഹ്മാനെ. ജീവിക്കുന്ന കാലമത്രയും പരിപൂർണ ഇസ്സത്തോടെ, ആഫിയത്തോടെ, ആരോഗ്യത്തോടെ, അഭിവൃദ്ധിയോടെ, ഐശ്വര്യത്തോടെ, സന്തോഷത്തോടെ ജീവിപ്പിച്ച് അവസാന കാമില ഈമാനോടെ ഞങ്ങളെ നീ മൂത്താ